അതുകൊണ്ടാണ് എനിക്കിവിടെ ഇരുന്ന് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ സാധിക്കുക, എനിക്ക് പ്രോഫറ്റ് മുഹമ്മദിനെ കുറിച്ച് പറയാൻ സാധിക്കുക, എനിക്ക് കരുണാകര ഗുരുവിനെ കുറിച്ച് പറയാൻ സാധിക്കുക, ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാൻ സാധിക്കുക, ശങ്കരാചാര്യരെ കുറിച്ച് പറയാൻ സാധിക്കുക. അവരെല്ലാവരും ഒരു വിഭാഗത്തിന് വേണ്ടിയോ ഒരു വിശ്വാസത്തിനോ വേണ്ടി വന്നവരല്ല. അവരുടെ വാക്കുകളെ പിൻപറ്റുക എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിനും അനുയോജ്യം. ഈ കാലാതീതം എന്ന് നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ അതിനെക്കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടനയുണ്ട്. അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഉത്ഭവം, അത് കഴിഞ്ഞതിന് ശേഷം ഓരോ കാലഘട്ടങ്ങൾ, ഇപ്പോൾ മന്വന്തരങ്ങൾ നമ്മൾ പറയുന്നു. ആ മന്വന്തരങ്ങൾ 14 മന്വന്തരങ്ങൾ ചേർന്നാൽ ഒരു കൽപ്പം ഉണ്ടാവും എന്ന് പറയുന്നു. ഈ മന്വന്തരങ്ങൾക്ക് അടിയിലാണ് യഥാർത്ഥത്തിൽ യുഗങ്ങൾ.